നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വമ്പൻ സ്രാവിനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്ന വിലയിരുത്തലിൽ അന്വേഷണ സംഘം. ഇക്കാര്യം ക്രൈംബ്രാഞ്ച് മേധാവിയെ അറിയിച്ചതായിട്ടാണ് സൂചന. അടുത്തു തന്നെ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തും. അന്ന് കൊടുക്കാനുള്ള വിശദ റിപ്പോർട്ടും അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. മുൻ മന്ത്രി കടകംപള്ളിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും കണ്ടെത്തി. കടകംപള്ളിയിലെ വലിയുദ്ദേശീയം ക്ഷേത്രത്തിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി. ഇതിനൊപ്പം ഏറ്റുമാനൂരിലെ സാക്ഷിക്ക് വീട് വെച്ചു കൊടുത്തതും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഹൈക്കോടതിക്ക് ഇനി നൽകുന്ന റിപ്പോർട്ടിലുണ്ടാകും. അതിനിടെ രണ്ട് IPSകാർ അതിശക്തമായ സമ്മർദ്ദവുമായി രംഗത്തുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വേരുള്ള പലരും ഇടപെടൽ സജീവമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ അനുമതി കിട്ടിയാൽ വമ്പൻ സ്രാവിനെ അറസ്റ്റ് ചെയ്യും. അത് കേരള രാഷ്ട്രീയത്തെയും പിടിച്ചുകുലുക്കും. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിലടക്കം വെള്ളം ചേർക്കാൻ സമ്മർദ്ദമുണ്ട്. എന്നാൽ SP-മാരായ ശശിധരനും ബിനോയും ഉറച്ച നിലപാടിലാണ്. കേവലം പ്രതികളിൽ ഒതുങ്ങാതെ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത രാഷ്ട്രീയ വ്യക്തിത്വത്തെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ പച്ചക്കൊടി ലഭിച്ചാൽ ഉടൻ നിർണായക നീക്കമുണ്ടാകും. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കടകംപള്ളിയിലെ വലിയുദ്ദേശീയം ക്ഷേത്രത്തിൽ പോറ്റി നടത്തിയ സാമ്പത്തിക ഇടപെടലുകൾ ഇതിന് തെളിവായി ചൂണ്ടിക്കാട്ടുന്നു. ഏറ്റുമാനൂരിലെ സാക്ഷിക്ക് വീട് വെച്ച് നൽകിയത് മന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണെന്ന പോറ്റിയുടെ മൊഴി കേസിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. രണ്ട് മുതിർന്ന IPS ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൽ ഇടപെടാനും റിപ്പോർട്ടിൽ മാറ്റം വരുത്താനും സമ്മർദ്ദം ചെലുത്തുന്നതായും സൂചനയുണ്ട്. ഇത് പോലീസിനുള്ളിലെ ചേരിതിരിവിനും കാരണമായിട്ടുണ്ട്. കേസ് ഉടൻ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തും. അന്വേഷണ സംഘം തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അവിശുദ്ധ കൂട്ടുകെട്ടിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ടെന്നാണ് വിവരം. തലസ്ഥാനത്തെയും കൊല്ലത്തെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ കേസ് ഒതുക്കി തീർക്കാൻ അണിയറയിൽ സജീവമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, മുൻ ദേവസ്വം കമ്മീഷണർ N. വാസു, തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എന്നിവരടക്കം 8 പേർ കേസിൽ ഗൂഢാലോചന നടത്തിയതായി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ദേവസ്വം സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ പ്രതികളുമായി ചേർന്ന് അന്യായ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് റിപ്പോർട്ട്. കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. കേസിലെ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, റോദം ജുവലേഴ്സ് ഉടമ ഗോവർദ്ധൻ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരുന്നത്. ശ്രീകോവിൽ വാതിലിൽ നിന്ന് ഇളക്കിയെടുത്ത പാളികളിലെ സ്വർണം രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ച് കട്ടയാക്കി മാറ്റിയതായും കണ്ടെത്തി. പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് 109.243 ഗ്രാം സ്വർണവും ഗോവർദ്ധൻ റോദത്തിൽ നിന്നും 474.960 ഗ്രാം സ്വർണവും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ പാളുകളിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ സ്വർണത്തിന്റെ അളവ് ഇതിലും കൂടുതലാണെന്നും ഇത് സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധനയ്ക്കായി സാമ്പിളുകൾ VSSലേക്ക് അയച്ചിരിക്കുകയാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. ശബരിമല ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളയിൽ പതിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പ് പാളികൾ എന്നതിലെ സ്വർണം പൂശിയ എന്ന ഭാഗം ബോധപൂർവ്വം ഒഴിവാക്കി ചെമ്പ് പാളികളെന്ന് മാത്രം രേഖപ്പെടുത്തിയതിലൂടെയാണ് തട്ടിപ്പിന് തുടക്കമിട്ടത്. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന 3-ാം പ്രതിയുടെ ശുപാർശയോടെയാണ് ഈ പാളികൾ ഇളക്കി മാറ്റി ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് കടത്തിയത്. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് ഈ തിരിമറി നടന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമല ശ്രീകോവിൽ വാതിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് മാത്രമല്ല അയ്യപ്പന്റെ പ്രഭാമണ്ഡലത്തിൽ നിന്ന് സ്വർണം കവർന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ശിവരൂപങ്ങളും വ്യാളി രൂപങ്ങളും കൊത്തിവെച്ച പ്രഭാമണ്ഡലത്തിലെ സ്വർണവും ദശാവതാര രൂപങ്ങൾ പതിപ്പിച്ച പാളികളിലെ സ്വർണവും ഇളക്കി മാറ്റിയിട്ടുണ്ട്. പ്രാഥമിക കണക്കുകൾ പ്രകാരം 989 ഗ്രാം സ്വർണം ഇത്തരത്തിൽ അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. VSSയിലെ പരിശോധന ഫലം വരുന്നതോടെ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കൃത്യമായ അളവ് ഇനിയും കൂടുമെന്നാണ് കരുതുന്നത്.